തമിഴിലെ തന്നെ പ്രമുഖ സിനിമാ നടൻ തന്നെയാണ് നമ്മുടെ തലപതി വിജയ് എന്ന് പറഞ്ഞാൽ നിസ്സംശയം പറയേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് ജനനായകൻ. ജനനായകൻ എന്ന് പറഞ്ഞാൽ തന്നെ ജനത്തിനെ നയിക്കേണ്ട ഒരു തലവൻ തന്നെയാണ്. നിലവിലെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. TVK എന്ന് പറഞ്ഞ പാർട്ടിയിലെ ചീഫായിട്ട് ഒരു പ്രസിഡന്റ് സ്ഥാനമാണ് പുള്ളിക്കാരന് കാണാൻ സാധിക്കുന്നത്. CM ആയാലും പുള്ളിക്കാരനാണ് ഭരിക്കാൻ പോകുന്നത് തമിഴ്നാട്. റീസെന്റ് ആയിട്ട് സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിന്ന് നേരെ പൊളിറ്റിക്സിലോട്ട് ജോയിൻ ചെയ്തതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് തന്നെ ഡിവോഴ്സ് നോട്ടീസ് വരുന്നു. അതിനുശേഷം തന്നെ ഒരു ചുട്ട മറുപടിയായിട്ട് ഒരു പ്രസ് മീറ്റ് കൂട്ടുന്നു. അതിനുശേഷം തന്നെയായിട്ട് ഒരു റിസപ്ഷനിൽ ഈ ഒരു റൂമേഴ്സിന് ഒരു മറുപടി ആയിട്ട് നമ്മുടെ തൃശ്ശേനും കൂട്ടിയിട്ട് റിസപ്ഷനിലോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ തലപതി വിജയ്. അതും ഒരേ കളർ കോഡ് ഒരേ വാഹനത്തിലായിട്ട്. അങ്ങനെ അതും വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുകയാണ് അവർ തമ്മിൽ ഒരുമിച്ച് വന്നത്. ഈവൻ തൃശ വരെ അത് സ്റ്റോറി ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ വലിയൊരു ന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഈവൻ ആരാധകർക്ക് പോലും ഇത് ആരുടെ സൈഡിൽ നിൽക്കണം എന്ന് പോലും അറിയത്തില്ല. ഈവൻ സംഗീതന്റെ കൂടെ നിൽക്കണോ അതോ തൃശ വിജയ് ഒന്നിക്കുന്ന അവരുടെ കൂടെ നിൽക്കണോ, അങ്ങനെ കംപ്ലീറ്റ് ആരാധകർ വരെ കംപ്ലീറ്റ് ഷോക്ക് തന്നെയാണ്. ആക്ച്വലി ഇത് ഒത്തുതീർപ്പാക്കാനായിട്ട് നമ്മുടെ തലപതി വിജയ് 250 കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സംഗീത എന്ന് പറഞ്ഞ വൈഫിന് ഈ ഡിവോഴ്സ് മൊത്തത്തിൽ ഒത്തുതീർപ്പാക്കാനായിട്ട്. ഈവൻ സോഷ്യൽ മീഡിയാസിൽ വരെ നമ്മുടെ തലപതി വിജയിനെ ആരും ഫോളോ ചെയ്യുന്നില്ല. ഈവൻ തൃശ വരെ അൺഫോളോ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സംഗീത പിന്നെ 2 മക്കളൊക്കെ തലപതി വിജയിനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. എനിവേ റീസെന്റ് ആയിട്ട് ഈ ഒരു ന്യൂസ് വലിയ രീതിയിൽ ചൂട് പിടിച്ച് പോവുകയാണ് ഡേ ബൈ ഡേ ആയിട്ട്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലോട്ട് തന്നെയാണ് സിനിമാ നടൻ എന്ന രീതിയിൽ തലപതി വിജയ് കാണുന്നത്. എന്തായാലും ഈ വരുന്ന ഇലക്ഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇലക്ഷൻ ഇനിയും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ബൈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് തലപതി വിജയിന്റെ കരിയർ തന്നെയായിട്ട്. എന്തായാലും ജനനായകൻ സിനിമയിലെ ഈ ഒരു ഇലക്ഷനെ കുറിച്ച് വോട്ടിങ്ങിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട് ഇൻസൈഡ് റിപ്പോർട്ട് അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമേന്റെ റിലീസ് അത് മുന്നിൽ കണ്ടുവെച്ച് ആ ഒരു സിനിമേന്റെ റിലീസ് സെൻസർ ബോർഡ് അനുമതി നൽകിയില്ല. എന്തായാലും ഇലക്ഷന്റെ ഓരോ ഡേറ്റി ഗെയിംസ് തന്നെയാണ്. കാരണം ഈ ഒരു സംഗീത എന്ന് പറഞ്ഞ വൈഫ് ഈ ഒരു ഇലക്ഷൻ ടൈമിൽ തന്നെ ആയിട്ട് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തതാണ് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. ഈവൻ 2021 മുതൽ ഈ ഒരു തലപതി വിജയ്ക്ക് ഒരു സിനിമ നടിയായിട്ട് അഫയർ ഉണ്ടെന്ന് പുള്ളിക്കാരി ഐഡന്റിഫൈഡ് ചെയ്തതാണ്. പിന്നെ പുള്ളിക്കാരി ഒരുപാട് സമയത്ത് അത് പറഞ്ഞതാണ് അത് ചെയ്യരുത്, അല്ലെങ്കിൽ അതായിട്ടുള്ള ഒരു അഫയർ നിർത്തണം എന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് പരാമർശനങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ പോലും തലപതി വിജയ് അത് ഇഗ്നോർ ചെയ്തു. എന്നിട്ട് ഇവിടെ വരെ എത്തി. ഒരു തലപതി വിജയന്റെ കരിയർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയിൽ തന്നെയാണ് ഇലക്ഷൻ സമയത്ത് തന്നെ ആയിട്ട് ഈ ഡിവോഴ്സ് നോട്ടീസ് പുറത്തു വന്നത്. എന്തായാലും ഈഗോ ഹേർട്ടായി. അതുകൊണ്ട് തന്നെ റിസപ്ഷനിൽ തലപതി വിജയ് തൃശയായിട്ട് ജോയിൻ ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഉറപ്പുവരുന്ന രീതിയിൽ തന്നെയാണ് ന്യൂസ് കാണാൻ സാധിക്കുന്നത്. ഈവൻ സോഷ്യൽ മീഡിയ ഒരു ഭാഗത്ത് സന്തോഷിച്ചുകൊണ്ട് പൊങ്കാലിടുന്നുണ്ട് ഇവർ തമ്മിലുള്ള മാരേജ്, മറ്റൊരു ഭാഗത്ത് സംഗീതന്റെ ജസ്റ്റിസ് എന്ന രീതിയിലും പോകുന്നുണ്ട്. എന്തായാലും ആരാധകർ നിലവിൽ കൺഫ്യൂസ് തന്നെയാണ് ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഈ ഒരു കേസ് എവിടെ വരെ പോകുമെന്ന് എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക ഈ ഒരു ന്യൂസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്.